ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, പക്ഷേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു റെസ്പെക്റ്റ് നമ്മളെ ആ കാര്യങ്ങൾ പറയാൻ സമ്മതിക്കാത്തൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ കൂടെ കടന്നു പോകും. നമ്മളിപ്പം ഒരു വ്യക്തിനെ റെസ്പെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു വ്യക്തി പറയുന്ന വാക്കുകൾ നമ്മൾ ഉൾക്കൊള്ളുന്ന സമയത്ത് ആ വാക്കിനെ നമ്മൾ ധിക്കരിക്കാൻ പാടില്ല, ഇല്ലേ? അപ്പം ഞാൻ അങ്ങനത്തെ ഒരു ആളുടെ വാക്ക് ഞാൻ കേട്ടു. അപ്പോൾ ആ ഒരു വാക്ക് ധിക്കരിക്കല്ല, പക്ഷെ കുറച്ച് കാര്യങ്ങൾ പറയാതെ എനിക്ക് വയ്യ. ഇനി അതിൻ്റെ പുറത്ത് എന്ത് ഇഷ്യൂസ് വന്നാലും ഞാൻ നേരിടാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, മുമ്പ് എനിക്കൊരു എൻ്റെ ഉമ്മ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് താമരശ്ശേരി സ്റ്റേഷനിൽ ഒരു വിളി, എൻ്റെ പേരിൽ ഒരു കേസ് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ കേസുണ്ട് എന്നല്ല. അപ്പോൾ എന്താണെന്ന് അന്വേഷിച്ചപ്പം ഞാൻ ഒരാളെ വണ്ടി തട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് പരാതി കിട്ടിയത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറയാണ്, എന്നെ സ്ഥിരമായിട്ട് കേൾക്കുന്ന ആൾക്കാർക്കറിയാം, ഞാൻ വാഹനം ഇപ്പം വളരെ വളരെ കുറവാണ് എടുക്കാറ്. എനിക്ക് ഭയങ്കര മടിയുള്ളതുകൊണ്ട് മിക്കതും ഞാൻ ബസ്സിന് പോകുന്ന ഒരാളാണ്. പിന്നെ പൂനൂരേക്ക് അരുണില്ലാതെ ഞാൻ വരാറുമില്ല. അപ്പം ഞാൻ വണ്ടി തട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പരാതി. അതിനേക്കാട്ടിലും ഉപരി എന്തുവാ വെച്ചാൽ പോക്കറ്റ് റോഡ് എന്നും അങ്ങനെയും പറഞ്ഞിട്ട് കാര്യമല്ല, സൈഡിലായിട്ട് ജലനിധിയോ അങ്ങോട്ടില്ലേ ഒരു പൈപ്പ് വെള്ളം, അതിൻ്റെ കുഴിച്ച് മൂടിയിട്ട റോഡും കൂടിയാണ്. അപ്പോൾ ആ റോഡും കൂടി ഒരു സാധാരണ ഒരു വ്യക്തിക്ക് 20-30 സ്പീഡിലപ്പുറം ആ റോഡുമ്മ കൂടി പോകാൻ പറ്റില്ല. അപ്പം പിന്നെ ഞാൻ സോഷ്യൽ മീഡിയയിൽ കൂടെ അവരെ അപകീർത്തിപ്പെടുത്തി എന്ന് പറഞ്ഞു. ഇത് കേസ് വന്ന ആളെടുത്ത് ഞാൻ ആ വീഡിയോ എടുത്ത് കാണിച്ചു കൊടുത്തു. നിങ്ങൾ നോക്കൂ, ഞാൻ എന്താണ് അപകീർത്തിപ്പെടുത്തിയത്. പിന്നെ വീട്ടിൽ കയറി തല്ലൂന്ന് പറഞ്ഞു. അതവർക്ക് പേടിയുണ്ട്. അപ്പോൾ കൂടെ പഞ്ചായത്ത് പറയാൻ വന്ന ഒരു മൊണ്ണ പറഞ്ഞു, ഇപ്പോഴത്തെ കാലത്തൊന്നും വീട്ടിൽ കയറി തല്ലാൻ പറ്റൂല എന്ന് അവളോട് പറയും. അപ്പോൾ ഞാൻ എടുത്തേ വഴിക്ക് ചോദിച്ചു, തല്ലാൻ പറ്റൂല എന്ന് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളെന്തിന് വന്ന് പരാതിപ്പെടണം? അപ്പോൾ അതിനുള്ള ചോദ്യത്തിനുള്ള മറുപടി അവർക്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ ഇവരെ തട്ടാൻ ശ്രമിക്കുമെന്ന്. ഞാൻ സാറിനോട് തന്നെ, സാർ ആ റോഡൊന്ന് പോയി നോക്കിയാൽ കാണാം. ഞാൻ വേണേൽ അത് നിങ്ങൾക്ക് രാവിലെ വീഡിയോ ചെയ്തെടുത്തിട്ട് വരുന്നുണ്ട്. റോഡൊന്നും ജസ്റ്റ് കണ്ടാലറിയാം, അത്രമേൽ പോക്കറ്റ് റോഡാണ്. സൈഡിൽ പണി നടന്നൊരു റോഡാണ്. ഒരു വണ്ടിയും, എൻ്റെ വണ്ടിയിൽ നിന്നുള്ള ഒരു വണ്ടി അവിടെ സ്പീഡ് പോകില്ല. സ്പീഡിലൊക്കെ പോയിട്ടല്ലേ നമ്മളൊരാളെ തട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത്. പിന്നത്തെ മൂന്നാമത്തെ കാര്യം, ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല. അന്നത്തെ സകല ഡീറ്റെയിലും ഇപ്പോൾ യൂട്യൂബുള്ളതുകൊണ്ട് നമ്മൾ അനങ്ങിയ യൂട്യൂബിലിടുന്നതാണ്. അങ്ങനെ ഇരിക്കെ ആദ്യത്തെ യൂട്യൂബിൽ കൂടി അപകീർത്തിപ്പെടുത്തി ഞാൻ പറഞ്ഞാൽ അവരുടെ പേരോ അവരുടെ ഡീറ്റെയിലോ കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കേസെടുത്തോളൂ. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതവിടെ കഴിഞ്ഞു. രണ്ടാമത്തെ കാര്യം, വണ്ടി തട്ടി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, സാറേ എൻ്റെ ഓള് തട്ടിയിട്ടൊരു പോക്കോള് പോയിക്കുന്നെന്ന്. ആ കൊച്ചിനോട് പറഞ്ഞു, ഇങ്ങോട്ട് വന്നെന്ന്, നിന്നെ വണ്ടി തട്ടിയെന്ന് ചോദിച്ചു. ഇല്ല, തട്ടിയില്ല. പിന്നെ ഉമ്മ പറയുന്നു, അത് അനിയത്തിനെ തട്ടിയാണ്. അപ്പം ഉമ്മയും മകളും തീരുമാനിച്ചില്ല ആരെയാണ് തട്ടിയത് എന്ന് പറയണം എന്നുള്ളത് കൺഫേം ആക്കി അവർ വന്നില്ല. അതോടുകൂടെ പോലീസുകാർക്ക് ഒരുവിധം മനസ്സിലായി. അപ്പം ഞാൻ ആ ഒരു വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്ത് എൻ്റെ ഉമ്മാൻ്റെ ബുദ്ധിമുട്ടുകൾ പുറം ലോകത്തേക്ക് അറിയിച്ചപ്പോൾ അവർക്കത് ഭയങ്കര ഷെയിമേഡായി, നാട്ടിലും വീട്ടിലുമൊക്കെ. അപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഒരു കാര്യത്തിൽ എനിക്ക് നടപടി കിട്ടിയിട്ടുണ്ട്. അവർ വേസ്റ്റ് കത്തിക്കുന്നതും കത്തിക്കാത്ത ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യം. ഇപ്പം ഞാനിപ്പം ഒരാളോട് പറയാം, വേസ്റ്റ് കത്തിക്കരുത്, നിങ്ങൾ വേസ്റ്റ് കത്തിക്കരുതെന്ന് പറയാനുള്ള ഒരു ഇതുമില്ല. പോലീസ് സ്റ്റേഷനിൽ വരെ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ പഴകിയ തുണി വരെ ഇപ്പം മുനിസിപ്പാലിറ്റിയിൽ വന്ന് കളക്ട് ചെയ്യും. ചെരുപ്പിൻ്റെ കളക്ട് ചെയ്യും, പഴകിയ തുണിൻ്റെ കളക്ട് ചെയ്യും, കവർ കളക്ട് ചെയ്യും, എല്ലാം കളക്ട് ചെയ്യും. മുനിസിപ്പാലിറ്റി
എല്ലാ സാധനങ്ങളും കളക്ട് ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, എൻ്റെ വീടിൻ്റെ തൊട്ട് പരിസരത്ത് വന്നിട്ട് അവിടെ കത്തിക്കാൻ പാടില്ല. ചവേലയായിക്കോട്ടെ, എന്ത് തന്നെ ആയിക്കോട്ടെ, ഇവർ ചെയ്യുന്നൊരു പണി എന്താണെന്നറിയോ? ഈ വേസ്റ്റ്, നമ്മുടെ ഫുഡ് വേസ്റ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും ഈ ചോറ് കത്തിയിട്ടുള്ള മണം അറിഞ്ഞിട്ടുണ്ടോ എന്നാൽ ഒന്ന് അറിയണം. പ്ലാസ്റ്റിക് ബാക്കിൽ നിൽക്കും, ഏറ്റവും ബാക്കിൽ പോയി നിൽക്കും പ്ലാസ്റ്റിക്. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ വീടിൻ്റെ ഉമ്മയുടെ റൂമിൻ്റെ അടുത്തും കൊലായിൻ്റെ ആ സൈഡിൽ ഭാഗത്തുമായിട്ട് ഇവർ വന്ന് പ്ലാസ്റ്റിക് അല്ലേ ഒന്നും തീ പുകയെ പറ്റൂല. ഇവിടെയൊക്കെ ഗ്യാസിൻ്റെ മുള കുക്ക് ചെയ്യൽ. അപ്പോൾ അവിടെ വന്നിട്ട് അവർ കത്തിക്കരുത്. അവർക്ക് ഫ്രണ്ടിൽ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പോയി കത്തിക്കാം. അപ്പോൾ അത് ഓക്കെ അതെന്ന് പറഞ്ഞു. അവരങ്ങനെ കത്തിക്കാൻ നിൽക്കുന്നില്ല. പിന്നെ അവർ പറയുന്നൊരു സംഭവം, ഞങ്ങളുടെ പറമ്പിൽ നിന്ന് ചവേല എന്ന് വെച്ചാൽ ഇലകളുണ്ടല്ലോ, അവരുടെ പറമ്പിലേക്ക് തൊഴിയുന്നെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ അത് കേട്ട് നമ്മൾ മരം മുറിക്കാമെന്ന് വെച്ചു. മരം മുറിക്കാൻ എല്ലാവരും മറ്റുള്ള വീട്ടിലേക്ക് ചവേല വിൽക്കുന്നതെന്ന് കണ്ട് മരം മുറിക്കാൻ നിന്നാൽ എവിടെയെങ്കിലും മരങ്ങൾ ഉണ്ടാവുമോ? ഇവർക്ക് വേണ്ടിയിട്ടൊരു തെങ്ങ് ഞങ്ങൾ മുറിച്ചു കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞാൽ മതി, ഞങ്ങളുടെ വീടിൻ്റെ നേർക്കൊരു തെങ്ങുണ്ട്, അതൊന്നും മുറിച്ച് തരണമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇത്രത്തോളം പ്രശ്നമൊന്നും ഒന്നുമില്ല, ഞങ്ങൾ മുറിച്ച് തരാം. ഇത്രത്തോളം പ്രശ്നമാവാനുള്ള കാരണമാണിത്. അവർ വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാപ്പ ഓഫ് കോഴ്സ് അത് മുറിച്ച് കൊടുക്കുമായിരുന്നു. ഒന്നും വേണ്ട. അപ്പം മുറിക്കാരോട് വന്ന് പറഞ്ഞാൽ അവർ മുറിച്ചാൽ കൊണ്ടുപോകും. നമുക്കൊരു 5 പൈസ പോലും ചിലവില്ലാത്തൊരു കേസാണ്. പക്ഷേ ഇവരതങ്ങനെയല്ല ചെയ്തത്. മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തതാ ഒരു തെങ്ങ് മുറിക്കാൻ വേണ്ടിയിട്ട്. അന്ന് തുടങ്ങിയിട്ടുള്ള ഇഷ്യൂസാണ്. എന്നതിന് ശേഷം ഞങ്ങൾ ആരും അങ്ങോട്ട് മിണ്ടാൻ പോയിട്ടില്ല. പിന്നീടാണ് ഉമ്മനെ ഇങ്ങനെ ഉപദ്രവിക്കൽ തുടങ്ങി. ഉമ്മ മാത്രമേ ഇവിടെ ഉണ്ടാവും. വാപ്പ രാവിലെ ഓട്ടോയിൽ പോയാൽ രാത്രിയാണ് വരിക. അപ്പോൾ ഉമ്മയാണ് ഇവിടെ. ഉമ്മക്ക് മുട്ടടിക്കും, പുറത്തിറങ്ങിയാലോ ഒന്നും വേണ്ട. ഉമ്മക്ക് മെയിനായിട്ട് അനുഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഈ സന്ധ്യാസമയത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉമ്മ ജനാലപ്പൊളി തുറന്നിടും. അപ്പോൾ ആ സൈഡിലിട്ടിട്ട് പുകയിടും. എന്നിട്ട് ഈ നിസ്കരിക്കുന്നതിൻ്റെ ഉള്ളിൽ കൂടെ നിസ്കരിക്കുന്ന ആൾക്കാർക്കറിയാം, കസേരയിലാണ് ഇരുന്നതെങ്കിലും ഇങ്ങനെ ഇരുന്ന് നൂറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് കിതപ്പ് വരും. അതിൻ്റെ കൂടെ ഈ പുകയും കൂടി വരുമ്പം ശ്വാസമുട്ടൽ അധികമാക്കുക ചെയ്യുക. അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുകൾ വരും. അപ്പം സുഹൃത്തുക്കളെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഞാനൊരു വീഡിയോ എടുത്തിട്ടപ്പം ഒരുപാട് ആൾക്കാർ ഈ റിയാക്ഷൻ വീഡിയോ ആയിട്ട് ഞാൻ വീട്ടിൽ കയറി തല്ലു എന്ന് പറഞ്ഞിട്ട് ഒക്കെ വീഡിയോ എടുത്തിട്ടു. അതിലെനിക്കൊരു മോശവും തോന്നിയിട്ടില്ല. കാരണം ഞാൻ സംസാരിച്ചത് എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ടാണ്. ഈ പ്രായപൂർത്തിയായ മക്കൾ ഒന്ന് പ്രായമായി എന്ന് കാണുമ്പോഴേക്ക് ഒരു പറക്കമുറ്റാനാവുന്ന മക്കൾ ഏതെങ്കിലും ഒരു പെണ്ണിനെ സ്നേഹിച്ച് വന്ന് പിന്നീട് മാതാപിതാക്കൾ അവർക്ക് വേണ്ടാതായി വൃദ്ധസദനത്തിലും അവിടെ ഇവിടെയും കൊണ്ടുവച്ച് തള്ളുന്ന കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് സംസാരിച്ചു. വേറെ ആരുമില്ല ഇവിടെ സംസാരിക്കാൻ, വേറെ ആരുമില്ല. പിന്നെ വാപ്പ സംസാരിക്കുകയാണെങ്കിൽ അവിടെ സ്ത്രീകൾ മാത്രമേ ഉള്ളൂ. വാപ്പ സംസാരിക്കുകയാണെങ്കിൽ അത് വേറെ രീതിയിലാണ് അവിടെ വരിക. അതുകൊണ്ട് ഒരു ഉമ്മ എന്നുള്ള നിലയിൽ, അല്ല ഉമ്മക്ക് വേണ്ടിയിട്ട് ഒരു മോളെന്ന നിലയിൽ ഞാൻ സംസാരിച്ചു. അപ്പോൾ ഇനി അവരുടെ ഉപദ്രവം ഇങ്ങനെ വേണേൽ നമുക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഇനി ഈ ഭാഗത്ത് നിന്ന് കത്തിക്കൂല എന്ന് പറഞ്ഞു. നമ്മൾ കത്തിക്കില്ലേ, എനിക്കൊരു വിഷയമില്ല. ഞാൻ അത്രയും ബഹളം കൂട്ടിയത് ഞങ്ങളുടെ ആ സൈഡിൽ വെച്ചിട്ട് കത്തിക്കലും നമ്മളെ മക്കാറാക്കുകയും ചെയ്യുന്നില്ല. അതും അവർ ചെയ്യില്ല എന്ന് പറഞ്ഞു. അത് പിള്ളേരാണ്. അപ്പോൾ കൊച്ചു പിള്ളേരാണ്, അവരെ കൊണ്ട് അവരങ്ങനെ ചെയ്തു പോയി, അവരങ്ങനെ ചെയ്യൂലെന്ന് അതും പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ഭാഗത്തുനിന്നൊരു ഇഷ്യൂസ് ഉണ്ടാവില്ല. പിന്നെ യൂട്യൂബിൻ്റെ അകത്ത് വീഡിയോ ഇടരുത്, അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അവരെക്കുറിച്ച് മോശമായിട്ട് ഇട്ടിക്കോ, ഞാൻ പറഞ്ഞാൽ മോശമായിട്ട് ഇട്ടിക്കെങ്കിൽ അവർ പേര് വെച്ചിട്ട് അവരുടെ ഡീറ്റെയിൽ വെച്ചിട്ട് വേണ്ട, അവരുടെ വീട് ചൂണ്ടി കാണിച്ചിട്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനൊരു വീഡിയോ ചെയ്തിട്ട് അവരെ പരാതി എടുത്തോട്ടെ, നോ പ്രോബ്ലം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് അവരെക്കുറിച്ചൊന്നും സംസാരിക്കരുതെന്ന് സ്റ്റേഷനിൽ IC പറഞ്ഞു. ആ SIനെ റെസ്പെക്റ്റ് ചെയ്തതുകൊണ്ട് മാത്രമാണ് ആര് എന്ത് എങ്ങനെ എന്നുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറയാതെ ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ അല്ലാതെ ആയിപ്പോവും. കാരണം നമുക്കൊരാളോട് ദേഷ്യമുണ്ട്, കൊടുക്കുന്ന കേസിനൊക്കെ ഒരു ഇതൊക്കെ വേണ്ടേ? ഇതെന്ത് പോക്കറ്റ് റോഡുമെന്നൊക്കെ വണ്ടി തട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു എന്ന്, അതിലാണ് എനിക്ക് അത്ഭുതപ്പെട്ടു പോയത്.
വേറെന്തോ അവർ പറഞ്ഞോട്ടെ, സോഷ്യൽ മീഡിയ കൂടി അപമാനിച്ചു, ഒക്കെ പോട്ടെ. ഞാനതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, വീട്ടിൽ കയറി തല്ലും ഞാനെന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് അങ്ങനെ പറയാം, ഞങ്ങൾക്ക് വധഭീഷണിയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇവർ കേസ് കൊടുക്കുന്നതെങ്കിൽ ഓക്കെ. അവൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞു വീട്ടിൽ കയറി തല്ലു എന്ന് പറഞ്ഞു, അതിൻ്റെ വീഡിയോസ് ഇതുണ്ട് എന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതൊന്നുമില്ലാതെ ഈ വണ്ടി തട്ടിക്കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. അപ്പം അത്തരത്തിലുള്ളൊരു കള്ളക്കേസിനെ പറ്റി പറഞ്ഞപ്പം ഞാൻ രാവിലെ സ്റ്റേഷനിൽ പോയി കാര്യങ്ങളൊക്കെ ചെയ്തത്. പക്ഷേ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഞാൻ ആ പോലീസുകാരനെ റെസ്പെക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ അവരുടെ ആരുടെയും ഡീറ്റെയിലും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷെ നമുക്ക് വന്നൊരനുഭവം, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്തൊരു കാര്യവും നമ്മൾ പങ്കുവെക്കലുണ്ട്, അതേപോലെ പങ്കുവെക്കുക. ഞാൻ അവരെക്കുറിച്ചും അല്ല പറഞ്ഞു, എനിക്കിന്നുണ്ടായ എൻ്റെ അനുഭവം ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അപ്പോൾ ആരും ശ്രദ്ധിക്കുക, അവനവൻ്റെ അമ്മമാർക്കോ അച്ഛന്മാർക്കോ വേണ്ടിയിട്ട് സംസാരിക്കുമ്പോൾ ഇനി ഇതുപോലെ കള്ളക്കേസ്, ഇനി കൊലപാതക കേസാണെങ്കിലും ഞാൻ അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് എൻ്റെ ഉമ്മയും വാപ്പയാണ് വലുത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി ഏതായാലും ഹെൽത്ത് പോയി പരാതിപ്പെടാൻ പറഞ്ഞിട്ടുണ്ട്, പരാതി ഞാൻ പെടും. അവർ പറഞ്ഞ് കത്തിക്കുന്നതെന്ന് നോക്കിയിട്ട് നിങ്ങൾ പോയി ഹെൽത്ത് പരാതിപ്പെടും. ഓക്കെ, ഞാൻ നോക്കാം. നോക്കിയിട്ട് കത്തിക്കുന്നുണ്ടെങ്കിൽ സ്പോട്ടിന് നമുക്കത് പരാതിയായിട്ട് കൊടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും വിദ്വേഷം പുലർത്താൻ ആർക്കും പറ്റും. എനിക്കിപ്പം റോട്ടുമ്മ കൂടെ പോകുന്ന ഒരുത്തനെ വെറുതെ ഒരു തെറി വിളിച്ചാൽ മതി, വിദ്വേഷമായി. പക്ഷെ ആ വിദ്വേഷം കോംപ്രമൈസ് ആവുക എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ റോഡുമ്മ കൂടെ പോകുന്ന ഒരുത്തനെ ഒരു പച്ചത്തെറി വിളിച്ചിട്ട് ഞാനും അവനും ബഹളം കൂട്ടി, എത്ര നിസ്സാര. പക്ഷെ അത് കോംപ്രമൈസ് ആക്കി വരിക എന്ന് പറയുന്നത് സ്റ്റേഷനിൽ പോയി അവർക്ക് പരാതി ഉണ്ടോ നോക്കി, ഇവർക്ക് പരാതി ഉണ്ടോ നോക്കി, അവർക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കി, ഇവർക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കി, അങ്ങനെ ഈ ഒരു സോൾവ് ആക്കാനുണ്ടാവുന്നൊരു പെടാപ്പാടുണ്ടല്ലോ. എനിക്കൊരു പെടാപ്പാടും ഉണ്ടായിട്ടല്ല കേട്ടോ. എന്തിനാണ് ഈ കൊച്ചുകുട്ടികളെ കൊണ്ട് ഒരു പ്രായമായ സ്ത്രീയെ കളിയാക്കിപ്പിക്കുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹിക്കുമോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞാൻ ആ പ്രതികരിച്ചതിൽ എന്താ തെറ്റുള്ളത്? നിങ്ങളുടെ അമ്മ നിങ്ങളോട് പറഞ്ഞ് കരയുക, ശ്വാസം മുട്ടിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്ന് പറയുമ്പോൾ ഏത് മക്കളാണോ പ്രതികരിക്കാതെ നിൽക്കുക? എനിക്ക് മുറ്റത്തിറങ്ങിക്കൂടാ, ആ കൊച്ചെന്നെ കളിയാക്കുന്നു. പ്രായമാവും തോറും കുട്ടികളുടെ സ്വഭാവമായിരിക്കുന്നു കേട്ടിട്ടില്ലേ? എന്നിട്ട് എൻ്റെ അമ്മ പുറത്തിറങ്ങാറില്ലായിരുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്, ഗതികേട് കൊണ്ട് ചെയ്തത്. ഞാൻ എല്ലാം അതിൽ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇങ്ങനെയൊക്കെ വ്യാജ പരാതി കൊടുത്തിട്ട് എന്ത് കിട്ടിയോ എന്തോ. ഒരനുഭവം നിങ്ങളടുത്ത് പങ്കുവെച്ചതാണ്, വല്ലാത്തൊരനുഭവം തന്നെയാണ് അത്.